അപ്പോൾ നമ്മുടെ എല്ലാ പത്രങ്ങളിലും ഇന്ന് മെയിനായിട്ട് കൊടുത്തേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് പെൻഷൻ പ്രായം ഉയർത്തില്ല അല്ലേ. അപ്പോൾ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്നത് പെൻഷൻ പ്രായം ഉയർത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് പുതുതായിട്ടുള്ള തീരുമാനം. ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പ്രത്യേകമായ പരിജ്ഞാനം ആവശ്യമാണെങ്കിൽ അത് ആർജിക്കാൻ അർഹതാ പരീക്ഷ നടത്തുന്നതിനുള്ള ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചു. നിയമ അധികാരങ്ങൾ എല്ലാ വർഷവും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ റദ്ദ് ചെയ്യാൻ പാടില്ല. തസ്തികകൾ ഒഴിവ് വരുന്ന ദിവസം പ്രധാനമായി പരിഗണിക്കണം. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെൻറ്റ് നിയമനം പാടില്ല. ഓരോ തസ്തികകളിലെയും ഒഴിവുകൾ സ്പാർക്ക് മുഖേന ലഭ്യമാകേണ്ടതാണ്. പെൻഷൻ പറ്റുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പെൻഷൻ പറ്റുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അപ്പം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. അപ്പം പെൻഷൻ പ്രായം എന്ന് പറയുന്നത് നിലവിൽ 60 ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഉയർത്തേണ്ടെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിരിക്കുകയാണ്. പെൻഷൻ പ്രായം ഉയർത്തണമെന്ന 4ാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകളാണ് ഭേദഗതിയോടെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. അപ്പം ഇനി പെൻഷൻ പ്രായം എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധനയും അവർ നടത്തും. അപ്പം പെൻഷൻ പ്രായം ഉയർത്തില്ലെന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം.